ഇന്നിപ്പോൾ എത്ര കമ്പനികളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ? 100-ലധികം ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികൾ. ഏതൊക്കെയാണെന്ന് കുറച്ച് കമ്പനികളുടെ പേര് പറയാം. ഇൻക്ലൂഡിംഗ് മൈജി, യൂണിമണി, അജിനോറ, റോയൽ ഡ്രൈവ്, അങ്ങനെ പറയുന്ന ഒരുപാട് കമ്പനികൾ ടോപ്പായിട്ട് തന്നെ ചെയ്യുന്നത്. കേരളത്തിൽ ടോപ്പായിട്ട് നിൽക്കുന്ന കമ്പനികളാണ് ശരിക്കും പറഞ്ഞല്ലേ. എന്തൊക്കെ സർവീസുകളാണ് ശരിക്കും ഗ്രോത്ത് ഫാദർ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ മെയിൻലി പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയും. അതായത് സെയിൽസ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഇല്ലാന്നാ പറയാം. ഓക്കെ. അതിനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം ഒരാൾ കോണ്ടന്റ് റൈറ്റിംഗിലാവും അടിപൊളിയാവുക, ചിലവർ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലാവും, ചിലവര് അഡ്വർടൈസ്മെന്റിലാവും. സോ ഇത് മാത്രം പോരെ ശരിക്കും ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ക്ലിയർലി നമുക്ക് മോർ റവന്യൂ കൊണ്ടുവരാനുള്ള ഒരു സോഴ്സ് ആവണം. അപ്പം ആസ് എ ഗ്രോത്ത് ഫാദർ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഇപ്പം ഒരു മാർക്കറ്റിംഗ് ടീമിനെ റെഡിയാക്കി കൊടുക്കുക അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ. രണ്ടാമത്തെ പാർട്ടിൽ എപ്പോഴും നമുക്ക് ഓപ്പോസിറ്റ് പേഴ്സണ് എമൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് മോർ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്.